വെൽഫെയർ പാർട്ടിയെയും മറ്റുമൊക്കെ മുൻനിർത്തി CPM ഇസ്ലാമോഫോബിയയും വംശീയ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ഇത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തുടക്കം കുറിച്ചതാണ്. ശേഷം അത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അവിടങ്ങളിലൊക്കെ ഉണ്ടായ തോൽവിയിൽ നിന്ന് CPM പാഠം പഠിക്കുമെന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ അത് പഞ്ചായത്ത് ഇലക്ഷനിലും തുടർന്നു. പിന്നീട് ഇപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതേ നരേഷൻ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള നീക്കമാണ് CPM നടത്തുന്നത്. ഇന്നലെ CPM-ന്റെ സമുന്നത നേതാവ് സഖാവ് AK ബാലൻ നടത്തിയ പ്രസ്താവനയിലൂടെ നമുക്ക് ബോധ്യപ്പെടുകയാണ്. BJP ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ മാനേജ് ചെയ്യുന്ന അതേ രീതിയിൽ, അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് കേരളത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ CPM ശ്രമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുമ്പ് ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് BJP പറഞ്ഞത് അവിടെ അന്ന് അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാവും. അതേപോലെ വലിയ പ്രചരണങ്ങൾ അത് നടക്കുകയുണ്ടായി. അതിനുള്ള ഗൂഢാലോചന പാകിസ്ഥാനിൽ നടക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചത് നമുക്കറിയാം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ രീതി BJP ഇന്ത്യയിലുടനീളം കേരളത്തിൽ വരെ പ്രചരണം നടത്തി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ കലാപങ്ങൾ ഉണ്ടാകും, വർഗീയ കലാപം ഉണ്ടാകും എന്നൊക്കെ പ്രചരിപ്പിച്ചത് നമുക്കറിയാം. BJP പറയുന്ന ആ രീതി കേരളത്തിൽ CPM നടത്തി തുടങ്ങിയിട്ട് കുറച്ചായി. വലിയ തിരിച്ചടി കേരളം അതിന് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. പക്ഷെ എന്നിട്ടും പാഠം പഠിക്കാതെ ഇന്നലെ വീണ്ടും സഖാവ് AK ബാലൻ അപകടകരമായ പ്രസ്താവന നടത്തിയിരിക്കുന്നു. മാറാട് പോലുള്ളതൊക്കെ കേരളത്തിൽ ആവർത്തിക്കപ്പെടാൻ പോവുകയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. എന്തിനാണ് ഈ പ്രചരണം ഇങ്ങനെ നടത്തുന്നത്? ആർക്കാണ് ഇതിന്റെ ഗുണഫലം? എന്താണ് കേരളത്തിൽ ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത്? ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഗൗരവത്തിൽ CPM ആലോചിക്കണം. കേരളത്തിലെ പൊതുസമൂഹവും ജനങ്ങളൊന്നും ഇതിനെ യാതൊരു നിലക്കും പരിഗണിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മളോട് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് വിശകലനം ചെയ്താൽ നമുക്കത് ബോധ്യപ്പെടും. വെൽഫെയർ പാർട്ടിയെ മുൻനിർത്തി വലിയ ആക്ഷേപ പ്രചരണങ്ങൾ നടത്തി. മുഖ്യമന്ത്രി കേരളത്തിലുടനീളം പത്രസമ്മേളനം നടത്തി, വലിയ പ്രഭാഷണങ്ങൾ നടത്തി. പക്ഷേ വെൽഫെയർ പാർട്ടിക്ക് വലിയ മുന്നേറ്റം കേരളം നൽകി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിദ്വേഷ പ്രചരണങ്ങളെ കേരളം ഒരിക്കലും അംഗീകരിക്കില്ല എന്ന പാഠമാണ് CPM-ന് കൊടുത്തത്. BJP-യും CPM-മാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM 10 വർഷം ഭരിച്ചൊരു പാർട്ടിയാണ്. എന്തെല്ലാം കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട്. അവർ തന്നെ അവകാശപ്പെടുന്നത് വലിയ വികസനം ഉണ്ടായി എന്നാണ്. അത് പറഞ്ഞും പങ്കുവെച്ചും രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് പകരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തിയാൽ അപകടകരമായ രീതിയായിരിക്കും കേരളത്തിലുണ്ടാകുന്നത്. ഇതിന്റെ ഭവിഷ്യത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലെ കേരളവും മാറും. BJP-ക്ക് അനുകൂലമായ അന്തരീക്ഷം ഉണ്ടാകും. അതുകൊണ്ട് ഏറെ കരുതലോടുകൂടെ വേണം ഇത്തരം പ്രചരണങ്ങൾ ഏറ്റെടുക്കാൻ എന്നാണ് നമുക്ക് പറയാനുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ കുറെ കാലമായി ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുക. മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. മുസ്ലിം കമ്മ്യൂണിറ്റിയെ കുറിച്ച് വംശീയ പ്രചരണം നടത്തുന്നു. അവകാശങ്ങൾ മറ്റാർക്കും കൊടുക്കാതെ പിടിച്ചു വെക്കുന്നു എന്ന് പറയുന്നു. ഇത് ചോദ്യം ചെയ്ത ഒരു മാധ്യമ സുഹൃത്തിനെ തീവ്രവാദിയാക്കുന്നു. ആ തീവ്രവാദി പട്ടം ചാർത്തിക്കൊടുക്കുന്നതിനിടയിൽ അദ്ദേഹം ഈരാറ്റുപേട്ട സ്വദേശിയാണെന്ന് പറയും, മുൻ MSF-കാരനാണെന്ന് പറയുന്നു. ഇതൊക്കെ ആരാ പറയാറ്? ഈരാറ്റുപേട്ടയെ കുറിച്ച് ഈ വർത്താനം പറഞ്ഞത് PC ജോർജാണ് BJP പോയ ശേഷം. ആ രീതിയിലേക്ക് ഉള്ള പ്രചരണങ്ങൾ നടത്തുകയാണ്. ഒരു വലിയ സംരക്ഷണം ഇതിന് CPM-ൽ നിന്ന് ലഭിക്കുന്നു, വലിയ സ്വീകരണം ലഭിക്കുന്നു. കേരളത്തിൽ നവോത്ഥാന സംരക്ഷണത്തിന് വേണ്ടിയുണ്ടായ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡറാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്ത് നവോത്ഥാന ആശയങ്ങളെ കുറിച്ച് പ്രബുദ്ധത നടിക്കാനാണ് അദ്ദേഹത്തിന് കഴിയുക? കേരളീയ നവോത്ഥാനത്തിന്റെ പരിസരം നമുക്കറിയാം. അത് സാമൂഹ്യ സാഹോദര്യത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റേതുമായ വലിയ അടിത്തറയാണ്. അപരപ്രിയം എന്ന ആശയമാണ് ശ്രീനാരായണ ഗുരു തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിനെ ചവിട്ടിമതിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബഹുമാന്യ വ്യക്തിത്വത്തെ എങ്ങനെയാണ് ഇത്തരം ഒരു സമിതിയുടെ നേതാവായി വീണ്ടും CPM നിലനിർത്തുക? എന്ത് മെസ്സേജാണ് അതിന് കൊടുക്കുക? അതുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി ഗൗരവത്തിൽ കാണാൻ CPM-ന് കഴിയണം. വിദേശ രാജ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മനുഷ്യനിർമ്മിതമായ വാട്ടർഫോൾസുമായി DJ അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോ ഡിസംബർ 28 മുതൽ കോട്ടക്കൽ പറമ്പിലങ്ങാടിയിൽ. ദുബായ്, ചൈന എന്നിവിടങ്ങളിൽ തരംഗമായ മനുഷ്യനിർമ്മിതമായ സറിയൽ വെള്ളച്ചാട്ടം, നയാഗ്ര വെള്ളച്ചാട്ടം എന്നിവയാണ് കാണികൾക്ക് ദൃശ്യവിരുന്നായി ഒരുക്കിയിരിക്കുന്നത്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വാദ്യകരമായ അമ്യൂസ്മെന്റ് പാർക്ക്, വിവിധതരം റൈഡുകൾ, ഫുഡ് കോർട്ടുകൾ, വിവിധതരം എന്റർടൈൻമെന്റുകൾ, ഗെയിമുകൾ, ഫാമിലി ഗെയിമുകൾ. 50 ദിവസം നീണ്ടു നിൽക്കുന്ന കോട്ടക്കൽ എക്സ്പോയിൽ വൈകുന്നേരം 3 മുതൽ രാത്രി 9 വരെ പ്രവേശനം. ഈ ക്രിസ്മസും ന്യൂ ഇയറും ഒരുമിച്ച് ആഘോഷിക്കാം DG അമ്യൂസ്മെന്റ് ഒരുക്കുന്ന കോട്ടക്കൽ എക്സ്പോയ്ക്കൊപ്പം. രാജാസ് ഹൈസ്കൂളിന് സമീപം, പറമ്പിലങ്ങാടി, കോട്ടക്കൽ.